വാ തുറന്നാൽ വിവാദമുണ്ടാക്കും. അതാണ് കൽക്കട്ട ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള BJP MPയുമായ അഭിജിത്ത് ഗംഗോപാധ്യായെ കുറിച്ച് പറയാനുള്ളത്. ലോക്സഭയിലെ തന്റെ കന്നി പ്രസംഗത്തിലും ഈ പതിവ് അഭിജിത്ത് തെറ്റിച്ചില്ല. അഭിജിത്തിന്റെ വാക്ശരങ്ങൾക്ക് ഇരയായത് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയാണ്. ഇരുവരും തമ്മിലുണ്ടായ രൂക്ഷമായ വാക്കേറ്റത്തിൽ ഒരു വ്യക്തിക്ക് നേരെ ഒരിക്കലും ഉപയോഗിക്കാനാവാത്ത അൺപാർലമെന്ററി പദപ്രയോഗങ്ങളാണ് അഭിജിത്ത് ഗംഗോപാധ്യായ ഗൗരവിനെതിരെ നടത്തിയത്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒടുവിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് സ്വന്തം പാർട്ടി MPയെ തള്ളിപ്പറയേണ്ടി വരെ വന്നു. ഒരംഗവും ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്നും കിരൺ റിജിജു പറഞ്ഞു. മാത്രമല്ല, വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്പീക്കർക്ക് ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ അധികാരമുണ്ടെന്നും കിരൺ ചൂണ്ടിക്കാട്ടി. ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ അഭിജിത്തിന്റെ പ്രസംഗം നീണ്ടുപോകവേ അത് അവസാനിപ്പിക്കാൻ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയപ്പോഴാണ് ഗൗരവ് ഗൊഗോയ് ഇടപെട്ടത്. മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെയെ കുറിച്ച് അഭിജിത്തിന് എന്താണ് അഭിപ്രായമെന്ന് ഗൗരവ് ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് അഭിജിത്ത് പൊട്ടിത്തെറിച്ചതും അൺപാർലമെന്ററി പദപ്രയോഗങ്ങൾ നടത്തിയതും. വിഷയത്തിൽ അഭിജിത്ത് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം രൂക്ഷമാക്കിയതോടെ ഗൗരവിനെതിരെ അഭിജിത്ത് നടത്തിയ പരാമർശങ്ങൾ സ്പീക്കർ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. പോരാഞ്ഞിട്ട് അഭിജിത്ത് ഗംഗോപാധ്യായ്ക്ക് വാണിംഗും നൽകി. എല്ലാ അംഗങ്ങളും സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകി. ഭാവിയിൽ ഒരംഗവും അവരുടെ പ്രസംഗങ്ങളിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്നും ഓം ബിർള സൂചിപ്പിച്ചു. ഗാന്ധി, ഗോഡ്സെ ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഒരു ബംഗാളി ചാനലിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ അഭിജിത്ത് ഗംഗോപാധ്യായ പറഞ്ഞിരുന്നു. അന്നേ അത് വലിയ വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയിരുന്നു. നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ മറുവശം മനസ്സിലാക്കാൻ താൻ ശ്രമിക്കേണ്ടതുണ്ട്. നാഥുറാം ഗോഡ്സെയുടെ രചനകൾ വായിക്കുകയും മഹാത്മാഗാന്ധിയെ കൊല്ലാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. അതുവരെ ഗാന്ധി, ഗോഡ്സെ എന്നിവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് അഭിജിത്ത് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ഗൗരവ് സഭയിൽ വെച്ച് ചോദിച്ചതാണ് വൻ വിഷയത്തിലേക്ക് നയിച്ചത്. കൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത്ത് ഗംഗോപാധ്യായ ആ സ്ഥാനം രാജിവെച്ചാണ് BJPയിൽ ചേർന്നത്. ഇതിനു പിന്നാലെ തംലൂക്കിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് MP ആയി. ജഡ്ജി ആയിരിക്കുമ്പോൾ തന്നെ അഭിജിത്ത് നടത്തിയ പല പരാമർശങ്ങളും വിധികളും തൃണമൂലിന്റെ വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ലോക്സഭാ പ്രചാരണ വേളയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ അന്തസ്സില്ലാത്ത പരാമർശം നടത്തിയതിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിജിത്തിനെ 24 മണിക്കൂർ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. BJPയുടെ സന്ദേശ് ഖാലി സ്ഥാനാർത്ഥി രേഖ പാത്രയെ 2000 രൂപയ്ക്ക് വിലക്കെടുത്തുവെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. എന്നാൽ മമതയുടെ വില എന്താണ്? 10 ലക്ഷമാണോ? ഇതായിരുന്നു അഭിജിത്ത് ഗംഗോപാധ്യായ പരാമർശിച്ചത്. ഇത് വൻ വിവാദം അന്ന് ഉയർത്തിയിരുന്നു.